ഓക്കെ, രാമചന്ദ്രൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാമചന്ദ്രൻ. അതെ, എനിക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിവാഹത്തിന്റെ LDF തുടരുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണല്ലോ. അതൊരു തുടരോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച തുടരുമെന്നാണ് അവർ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് തുടരാൻ തീരുമാനിച്ചതെന്നാണ് എനിക്കൊരു സംശയം. അല്ല, അവർ തുടരാൻ തീരുമാനിച്ചത് അവരെ സംബന്ധിച്ച് എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാനൊരു CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഇപ്പം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് അവർക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ചില ആനുകൂല്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുന്നതിന്റെയും പിന്നെ അങ്ങനെ അവരിൽ തന്നെ രണ്ട് MLA-മാര് എന്താണേലും UDF-ലേക്ക് പോകുന്നില്ല, LDF-ൽ തന്നെ തുടരാൻ എന്നൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട്. ഈ ചങ്ങനാശ്ശേരി MLA-ക്ക് ആ ഒരു ശക്തമായ നിലപാട് ഉണ്ടായിരുന്നോ? ചങ്ങനാശ്ശേരി MLA-യുടെ നിലപാടെന്ന് പറയുന്നത് എനിക്ക് അത്ര പോരാ. അത് LDF പിന്നെ ജോസ് കെ മാണി അങ്ങോട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, UDF-ലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പുള്ളി UDF-നൊപ്പം തന്നെ, ജോസ് കെ മാണിക്കൊപ്പം തന്നെ നിന്നേക്കാം. അതിലേക്ക് എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഈ പത്തനംതിട്ട റാന്നിയിലെ MLA-യും ഈ പറയുന്ന പിന്നെ ഈരാറ്റുപേട്ട പൂഞ്ഞാർ MLA ഒക്കെ എന്ന് പറയുമ്പോൾ, ഈ റാന്നിയിലെ ഒരിക്കലും കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റല്ല. അവിടെ രാജു എബ്രഹാം CPM-ന്റെ MLA ആയിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ച സീറ്റ് ഇവർക്ക് സത്യം പറഞ്ഞാൽ ദാനം ചെയ്യുമായിരുന്നു. അപ്പൊ ആ റാന്നി MLA-ക്ക് വീണ്ടും കേരള കോൺഗ്രസ് UDF-ൽ പോയാൽ അവിടെ സീറ്റ് കിട്ടിയാൽ ജയിക്കണമെന്നൊന്നും ജയിക്കത്തില്ലെന്നൊക്കെ പുള്ളിക്ക് തോന്നുന്നുണ്ടാവും ഒരു കാര്യം. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ ഇടതുപക്ഷം എന്നുള്ള സർക്കാർ ഈ 10 വർഷക്കാലത്തെ ഭരണകാലത്ത് ഒത്തിരി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആര് വന്നാലും ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടുമെന്നുള്ളൊരു ധാരണയിലേക്ക് പൊതുജനം മാറിയിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഈ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാലും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്. അത് നല്ലൊരു ശതമാനം ഇപ്പോഴും ഈ പള്ളിയും ഇതും അവരൊക്കെ പറയുന്ന രീതിയിലേ നിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി കേൾക്കുന്നുണ്ടോ? ചങ്ങനാശ്ശേരി ഞങ്ങളുടെ ഞാൻ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കറുകച്ചാലുകാരനാണ്, കോട്ടയം കറുകച്ചാലുകാരനാണ്. അപ്പൊ ആ മണ്ഡലം കാഞ്ഞിരപ്പള്ളി ജയരാജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്രിസ്ത്യൻ വോട്ടിന്റെ ബലത്തിൽ മാത്രമല്ല ജയരാജ് ഇവിടെ ജയിച്ചു പോകുന്നു. സത്യത്തിൽ ജയരാജ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ നല്ല വോട്ടുമുണ്ട്. പക്ഷെ ചങ്ങനാശ്ശേരിയില് CF സാറ് കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ CF സാറിനോട് ഉള്ള പ്രവർത്തനം മേഖല പോരാത്തതുകൊണ്ടും ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം ജയിച്ചു. പക്ഷെ ഇപ്രാവശ്യം അദ്ദേഹം ഈ കേരള കോൺഗ്രസ് ME തന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹം ജനകീയനായിട്ടൊരു MLA ആയിട്ട് മാറുന്നുള്ളൂ ചങ്ങനാശ്ശേരി. പക്ഷെ അടിസ്ഥാനം എനിക്ക് പറയാനുള്ളത്, ഇത് ജനങ്ങളെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ എന്തുകൊണ്ടോ ഈ പറച്ചിലി മാത്രമേ ഉള്ളൂ, അവർക്ക് ആനുകൂല്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമായിട്ട് ഇതിലൊക്കെ നിൽക്കുന്നുള്ളേ ഉള്ളൂ. അവർക്കൊന്നും എന്തുകൊണ്ടോ ഇടതുപക്ഷത്തൊപ്പം ചേരാനായിട്ട് താല്പര്യം വരുന്നില്ലാത്ത ക്രിസ്ത്യൻ മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റി അതാണ് മലപ്പുറത്ത് കാണുന്നത്. അതല്ലേ എത്രയെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുന്നു, പക്ഷെ മലപ്പുറം ഒറ്റ ബ്ലോക്കായി LDF-നെതിരെ തിരിയുകയാണ്. അതൊക്കെ കൊണ്ട് വീണ്ടും ഒരു കാര്യം ഇടതുപക്ഷത്തിന് ഉണ്ടാവുമോ ഇല്ലെന്ന് എനിക്കറിയാം. ഏതായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF വിടാതിരുന്നാൽ അവർക്ക് നല്ലത്. കാരണം വെച്ചാൽ ഒന്നുമല്ല, പേരുദോഷം കേൾക്കത്തില്ലല്ലോ. ഇപ്പൊ തന്നെ മാണി സാറിന് വേണ്ടി സ്മാരകം പണിയാൻ വേണ്ടി തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിക്കാൻ പോകാൻ അനുവദിച്ചെന്ന് കേട്ടല്ലോ. അത് നല്ല കാര്യമാണ്. അത് അവർക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അവരുടെ വോട്ട് CPM-ന് അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവർക്ക്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് നമ്മുടെ ജോസഫ് തോമസ് ചോദിക്കുന്നത്, കാപ്പൻ്റെ ഒരു വികസനം പറയാമോ? ജോസ് കെ മാണിയും കുടുംബത്തെയും വ്യക്തിഹത്യ ചെയ്യുക, തെറി പറയുക എന്നത് ഇപ്പോഴും UDF ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുന്നവരിൽ കൂടുതൽ പേരുകൾ പ്രദീപാണ് എന്ന് എന്നോട് ഷിജു പറയുന്നു. ആയിരിക്കാം കേട്ടോ, നിറയെ പ്രദീപ്മാർ നമ്മുടെ പൊതുവേദിക്കൊപ്പം ഉണ്ട്. അപ്പോൾ ശിവൻ കരോളി പറയുന്നത്, പ്രാദേശിക പാർട്ടികളെ നിരോധിക്കുകയാണെങ്കിൽ CPM-നായിരിക്കും ആദ്യം നിരോധിക്കേണ്ടത്. നോക്കൂ, ജോസ് കെ മാണിയെ ചവിട്ടിപ്പുറത്താക്കിയ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് അവരുടെ പിന്നാലെ പോകുന്നത് എന്ന് എന്നോട് ജിയോവ ചോദിക്കുന്നു. അതോടൊപ്പം പിന്നെ ഗോളാന്തരം റഷീദ് ഇപ്പോൾ വളർച്ചയില്ല, അവർക്ക് പിളരും തോറും വളരുമെന്ന് പറഞ്ഞല്ലോ, അതാണ് വളർച്ചയില്ല, ഇപ്പോൾ വളർച്ച മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. KM മാണി സാർ പാലിൽ ചെയ്ത ഒരു വികസനവും നാട്ടിൽ ചെയ്തില്ല, പക്ഷേ 7 വർഷക്കാലമായിട്ട് കൊള്ളാമായത് കിടക്കുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹം BJP വോട്ട് കൊണ്ട് ജയിച്ച കൃത്യം കണക്ക് നോക്കുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സുരേന്ദ്രൻ എന്നോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, ഇത് ഒരു വിലപേശൽ രാഷ്ട്രീയം ഉപയോഗിക്കുകയാണോ കേരള കോൺഗ്രസ് മാണി വിഭാഗം, അതോ അവർ ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം മനസ്സുകൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. സുരേന്ദ്രൻ, കുറേ ദിവസമായല്ലോ, എവിടെ പോയി? തിരക്കിലായിരുന്നോ?
ഗൾഫിലല്ല, ഞാൻ ഇലക്ഷനിലായിരുന്നു. ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഓ വണ്ടർഫുൾ. ഏത് വാർഡിലാണ് ജയിച്ചത്? തിരുമുളങ്ങത്താവ് പഞ്ചായത്ത് ചെയർപേഴ്സൺ ക്ഷേമകാര്യ. ഓ, ക്ഷേമകാര്യ കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ആണ് കമ്മിറ്റിയുടെ, അല്ലേ? അങ്ങനെയാണോ? ഞങ്ങളുടെ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഞങ്ങള്. ഓ, അപ്പോൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ ജയിച്ചിട്ട് കുറേ പേർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ജയിച്ചു, വളരെ കൺഗ്രാജുലേഷൻസ് സുരേന്ദ്രൻ. അങ്ങയുടെ രാഷ്ട്രീയ ബന്ധം ആയിക്കോട്ടെ, പൊതുവേദി പ്രേക്ഷകൻ എന്ന നിലയിൽ അങ്ങക്ക് പൊതു കാര്യങ്ങളിൽ താല്പര്യമുണ്ട് എന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യമൊക്കെ അങ്ങയുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ വാർഡിൽ മാറ്റത്തിനൊക്കെയുള്ള ഒരു വലിയ ഊർജ്ജം അങ്ങേക്കുണ്ട് എന്നതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണ്. അപ്പോൾ എത്ര വോട്ടിന് ലീഡ് കിട്ടി? 140. അപ്പോൾ മണ്ഡലം വാർഡ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു. അപ്പോൾ ബ്ലോക്ക് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ജില്ലാ ഡിവിഷനിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഞങ്ങളുടെ ഡിവിഷനിൽ ജയിച്ച മേരി തോമസ് ആണ്. വൻ ഭൂരിപക്ഷത്തിന് ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം വലിയ ഇതില്ല എന്ന് പറയുമ്പോഴും സുരേന്ദ്രന്റെ നാട്ടിൽ ശക്തമായി മുന്നേറുക മറ്റേറ്റവും പാർട്ടി നാട്ടിൽ മാത്രമല്ല ജില്ലയിലും വലിയ പ്രശ്നമൊന്നുമില്ല. തൃശ്ശൂരും വലിയ പ്രശ്നമൊന്നുമില്ല. നോക്കിയിട്ട് 13-10 സ്ഥലത്തും ലീഡ് തന്നെയാണ്. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അസംബ്ലി വരുമ്പോഴേക്കും അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങള്. പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാർ ഇവിടെ എഴുതി കാണിക്കുന്നത് മാണി കോൺഗ്രസ് എന്താ LDF വിടാത്തതെന്നല്ല ചോദിക്കുന്നത്, എന്തിനു വിടണം? മാണി കോൺഗ്രസ് LDF വിട്ടു പോകേണ്ട കാര്യം എന്താ ഉള്ളത്? നമ്മൾ ഒന്ന് ആലോചിക്കണം. കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുന്നേ ബെന്നി ബെഹനാൻ ഇവരെ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് റോഷി അഗസ്റ്റിൻ വൈകാരികമായി പറഞ്ഞ വാക്കുകളുണ്ട്. ആ വാക്കുകൾ നമ്മൾ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് മാണി കോൺഗ്രസ് LDF വിടാത്തത് എന്നത് വ്യക്തമായിട്ട് അവരന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരിവിടെ LDF വന്നിട്ട് അവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും LDF ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. 13 സീറ്റ് ചോദിച്ചു, 13 സീറ്റും കൊടുത്തു. ഒരു സീറ്റ് മാത്രം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് അത് തിരിച്ചെടുത്തത്. അത് പാർട്ടി നേതൃത്വം അവരുടെ ആവശ്യങ്ങളൊക്കെ ഉൾക്കൊള്ളും. അതൊന്നും പ്രശ്നമുള്ള കേസൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെന്തിനാ LDF വിടണ്ടെന്ന് ഒരിക്കലും വിടില്ല. അത് അവര് വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു വാർത്തയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി. എന്തായാലും ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ സാർ ഇന്നലെ പറഞ്ഞു മറ്റേ പവർ കട്ടിന്റെ ഒരു പ്രശ്നം പറഞ്ഞു. പവർ കട്ട് നേട്ടമല്ലെങ്കിലും കോട്ടാണെന്ന് സാർ വിചാരിക്കുന്നുണ്ട്. പവർ കട്ട് ഇന്നലെ നേട്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കിട്ട് ഞാൻ വളരെ ശതമാനം പവർ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, പവർ കട്ട് നേട്ടാണോ കോട്ടാണോ? അത് തടഞ്ഞത് ആരാണെന്ന് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ കേൾക്കുന്നുണ്ട്, സംഗതികൾ കേൾക്കാറുണ്ട്, വിളിക്കാൻ പറ്റാറില്ല എന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സാറേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ സുരേന്ദ്രൻ വിജയിച്ചിരിക്കുകയാണ്. എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.